25 വർഷമായി അവർ വിവാഹിതരായിട്ട്. ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാത്ത നവദമ്പതികളെപ്പോലെ ക്യാനൂഡിൽ ചെയ്യുന്ന ആ ദമ്പതികൾ, നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഒരിക്കൽ പങ്കിട്ട ആ അടുപ്പവും മാന്ത്രികതയും അവർക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർക്കിതെങ്ങനെ സാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കും. ചില ദമ്പതികൾക്ക് കാലക്രമേണ അവരുടെ അടുപ്പത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിന് വ്യക്തമായ നിരവധി കാരണങ്ങളുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ, കടുത്ത മാനസിക സംഘർഷങ്ങൾ, കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി കാരണങ്ങൾ. എന്നാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ദമ്പതികളിലും മറ്റൊരർത്ഥത്തിൽ ആരോഗ്യകരമായ ബന്ധങ്ങളിൽ പോലും ഈ ഒരു സ്നേഹത്തിൻ്റെ ന്യായമായ വിഹിതം രണ്ടു കൂട്ടർക്കും ലഭിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് സെപ്പറേറ്റിംഗ് ദ സെക്ഷലി സക്സസ്ഫുൾ ഫ്രം ദ കാർണലി ചലഞ്ച്ഡ്? ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ചില അപ്രതീക്ഷിത ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇത് ഏതൊരു ദമ്പതികളുടെയും റൊമാൻറ്റിക് മോജോ തിരിച്ചു പിടിക്കുവാൻ അവരെ സഹായിക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്നിവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വിഷയം ഹൗ ടു ഇംപ്രൂവ് യുവർ സെക്ഷൽ ലൈഫ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയകരമായി കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിക്കുന്ന 7 ടിപ്സാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നത്. 1. രാത്രി 1 മണിക്കൂർ അധികമായി ഉറങ്ങുന്ന സ്ത്രീകൾക്ക് അടുത്ത ദിവസം കൂടുതൽ സെക്ഷൽ ഡിസയർ അഥവാ ലൈംഗികാഭിലാഷം അനുഭവപ്പെടുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത 14% വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് ഒരു പഠനം പറയുന്നുണ്ട്. ഒരു പക്ഷേ പങ്കാളികൾ കൂടുതൽ റെസ്റ്റ് എടുത്തതുകൊണ്ടാകാം ഇങ്ങനെ. എന്നാൽ ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്ത പുരുഷന്മാരിൽ പലർക്കും എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണശേഷിക്കുറവ് അനുഭവപ്പെടുകയും ടെസ്റ്റോസ്റ്റെറോണിൻ്റെ കുറവ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. മയോ ക്ലിനിക് ഹെൽത്ത് സിസ്റ്റത്തിലെ ഒരു ഫാമിലി ഹെൽത്ത് ഫിസീഷ്യനായ ഡോക്ടർ ഗ്രഹാം കിങ് MD പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഹോർമോണുകളും സെക്സ് ഹോർമോണുകളും ശരീരം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയുള്ള ഉറക്കമാണ് ഏറ്റവും അഭികാമ്യം. സ്ഥിരമായും 6 മണിക്കൂറിൽ താഴെയാണ് നിങ്ങളുടെ ഉറക്കം എങ്കിൽ അത് നിങ്ങളെ അപകടത്തിലാക്കിയേക്കാം. നല്ല ഉറക്കത്തിനും ബെറ്റർ സെക്സിനും വിദഗ്ധർ തന്നെ തരുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം കീപ് യുവർ സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ബെഡ് എന്നതാണ്. ഒരു ടെക് സൊല്യൂഷൻ കമ്പനിയായ അസൂറിയോ 2000 US അഡൽസിൻ്റെ ബെഡ്റൂം ഹാബിറ്റ്സ് പഠിച്ചപ്പോൾ 35% പേരുടെയും ബെഡ്റൂമിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം അവരുടെയോ അല്ലെങ്കിൽ അവരുടെ പങ്കാളിയുടെയോ ലൈംഗിക ജീവിതത്തെ സാരമായി ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിലൂടെയും നിങ്ങൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നതിലൂടെയും ഫോൺ നിങ്ങളുടെ ഇൻറ്റിമസിക്ക് ഒരു തടസ്സമായി വർത്തിക്കുന്നു. 2ാമത്തെ ടിപ്പ്: കീറ്റോ മുതൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വരെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള മിക്കവാറും എല്ലാ ട്രെൻഡി സമീപനങ്ങളിലും ചില ഭക്ഷണ വിഭാഗങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും അതുവഴി കാലറി നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അവ കൊഴുപ്പ് അല്ലെങ്കിൽ കാർബ് അല്ലെങ്കിൽ പ്രോട്ടീൻ കാലറി ആയിരിക്കാം. പക്ഷേ ശരിയായ പോഷകങ്ങൾ ലഭിക്കാത്തത് നിങ്ങളുടെ സെക്സ് ഡ്രൈവിൽ സ്വാധീനം ചെലുത്തും എന്നതാണ് വസ്തുത. നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ വിവിധ മസ്കുലാർ സിസ്റ്റംസ് കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ ആനുപാതികമായ അളവിൽ വേണമെന്നാണ് ഡോക്ടർ കിങ് പറയുന്നത്. സെക്സിന് വലിയ അളവിൽ രക്തപ്രവാഹവും ഹോർമോണുകളും അതുപോലെ വാസോ ഡൈലേഷന് ആവശ്യമായ പ്രീകേഴ്സേഴ്സായ അമിനോ ആസിഡുകളും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ രതിമൂർച്ചയ്ക്കും ഇത് അത്യാവശ്യമാണ്. പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ മാൽ നറിഷ്ഡ് ആണെങ്കിൽ അവിടേക്ക് എത്തുവാനുള്ള ഇന്ധനം നിങ്ങൾക്കുണ്ടായി എന്ന് വരില്ല. ചുരുക്കത്തിൽ ശരീരഭാരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവ്വം വകതിരിവോടെ മാത്രം ചെയ്യുക. അതുകൊണ്ട് ലീൻ മീറ്റും മത്സ്യം, ഹോൾ ഗ്രെയിൻസ് ഉൾപ്പെടുന്ന പഞ്ചസാരയും പ്രോസസ്ഡ് ഫുഡും ഒഴിവാക്കിക്കൊണ്ടുള്ള ബാലൻസ് ഡയറ്റ് ആയിരിക്കണം നമ്മുടേത്. 3ാമത്തെ ടിപ്പ്: വിറ്റമിൻ ഡിയുടെ പ്രാധാന്യം നമുക്കറിയാത്ത ഒന്നല്ല. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, സൂര്യപ്രകാശം സുലഭമായി കിട്ടുന്ന ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ 76%-നും വിറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അമേരിക്ക പോലെ ഒരു രാജ്യത്തിൻ്റെ നോർത്തേൺ പകുതിയിൽ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വളരെ കൂടുതലാണ്. സൺഷൈൻ വിറ്റമിൻ എന്നുകൂടി അറിയപ്പെടുന്ന ഈ വിറ്റമിൻ ഡിയുടെ കുറവ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രതികൂലമായി ഇടപെട്ടേക്കാം. വിറ്റമിൻ ഡിയുടെ കുറവ് ഉദ്ധാരണശേഷിയെയും ഓർഗാസ്മിക് ഫംഗ്ഷനെയും നേരിട്ട് ബാധിക്കുന്നു. അതുപോലെ കുറഞ്ഞ ലൈംഗിക തൃഷ്ണയും. റിസർച്ചുകൾ പറയുന്നത് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നത് സെക്ഷൽ ഫംഗ്ഷൻ കൂട്ടുവാനും സ്ത്രീകളിൽ മൂഡ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കും എന്നാണ്.
നാലാമത്തെ ടിപ്പ്, വ്യായാമം സ്ത്രീകളിൽ ലൈംഗിക ഉത്തേജനം കൂട്ടുന്നു. അതുപോലെ പുരുഷന്മാരിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ് പരിഹരിക്കുന്നതിൽ വലിയ ഒരു അളവ് വരെ അത് സഹായിക്കുന്നു. ഡോക്ടർ കിങ് പറയുന്നത് എക്സസൈസ് ചെയ്യുമ്പോൾ അത് മസിൽസിനുണ്ടാകുന്ന സ്ട്രെസ് കൂടുതൽ സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കുവാനും ഹൈപ്പോതലാമസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുവാനും സഹായിക്കുന്നു. മാത്രമല്ല ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ടാക്കുന്ന പ്രീകേഴ്സേഴ്സ് നിർമ്മിക്കുവാൻ പര്യാപ്തമായ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും അഡ്രീനൽ ഗ്ലാൻഡിലേക്ക് നീളുന്ന ഒരു എഫക്റ്റ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുമാണ്. ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 150 മിനിറ്റിൽ കുറയാത്ത മോഡറേറ്റ് എക്സസൈസോ അല്ലെങ്കിൽ 75 മിനിറ്റിൽ കുറയാത്ത വിഗറസ് എക്സസൈസോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയ ഒരു കോമ്പിനേഷനോ അതാണ് അഭികാമ്യം എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഓവർ എക്സസൈസ് അത് നല്ലതല്ല, അത് നിങ്ങളുടെ ലൈംഗിക തൃഷ്ണ കുറയ്ക്കും എന്നുകൂടി അവർ പറയുന്നുണ്ട്. അഞ്ചാമത്തെ ടിപ്പ്, ഡിന്നറിന് ശേഷം ഡെസേർട്ട് കഴിക്കുന്ന ഒരു പതിവ് പലർക്കുമുണ്ട്. അത്താഴത്തിന് ശേഷം മധുരം കഴിക്കുന്നത് ഇൻസുലിൻ റിലീസിന് കാരണമാകുകയും ടെസ്റ്റോസ്റ്റിറോൺ ലെവലുകൾ താൽക്കാലികമായി തടസ്സപ്പെടുകയും ചെയ്യും. ഷുഗർ വളരെ ഹൈ ആയിട്ടുള്ള ചിലർക്കെങ്കിലും ഒരുതരം ക്രാഷ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് തന്നെയാണ്. ഒരു മാന്ദ്യവും ഒരു ഉറക്കവും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. തീർച്ചയായും ഇത് കിടപ്പറയിലും പ്രതിഫലിക്കും. ഇത് പറയുന്നത് ക്ലീവ്ലാൻഡ് ക്ലിനിക്കിലെ യൂറോളജിസ്റ്റായ ഡോക്ടർ രേവതി ബോലെ ആണ്. ബോലെ പറഞ്ഞത് ഡിന്നറിന് ശേഷം വിശപ്പ് അനുഭവപ്പെടുന്നു എങ്കിൽ ചീസ്, ഡാർക്ക് ചോക്ലേറ്റ്, ക്രാക്കേഴ്സ് പോലെയുള്ള ഷുഗർ കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാണ്. ആറാമത്തെ ടിപ്പ്, നമ്മുടെ ശരീരത്തിൻ്റെ നല്ലൊരു ഭാഗവും വെള്ളമാണ്. ജനന സമയത്ത് കുട്ടികളുടെ ശരീരത്തിൻ്റെ 75% വെള്ളമാണ്. നമ്മൾ മുതിർന്നു വരുമ്പോഴേക്കും അത് ഏകദേശം ഒരു 50% മാത്രമായിരിക്കും. ഇത് നമ്മുടെ ആരോഗ്യത്തെയും സെക്സ് ലൈഫിനെയും സാരമായി ബാധിച്ചേക്കാം. ജലം നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. ന്യൂട്രിയൻസ്, ഓക്സിജൻ ഇതിൻ്റെ എല്ലാം സുഗമമായ ഒഴുക്കിനെ ഇത് ശക്തിപ്പെടുത്തുന്നു. ചെറിയ ഡീഹൈഡ്രേഷൻ പുരുഷന്മാരിൽ ഉദ്ധാരണശേഷിയെയും സ്ത്രീകളിൽ അത് ജെനിറ്റൽ അറോസലിനെയും ലൂബ്രിക്കേഷനെയും ബാധിച്ചേക്കാം. ഇത് പറയുന്നത് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻ്ററിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷെറിൽ കിങ്സ്ബർഗ് ആണ്. എപ്പോഴും സിപ്പ് ചെയ്ത് കുടിക്കുവാൻ പാകത്തിൽ വാട്ടർ ബോട്ടിൽ കൂടെ കരുതുക. മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക, കാരണം മദ്യം നിർജ്ജലീകരണം ഉണ്ടാക്കും. കൂടാതെ ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഏഴാമത്തെ ടിപ്പ്, നിങ്ങളുടെ വീടുകളിലെ ക്ലട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ പമ്മി കടന്നു വരുന്ന, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒന്നാണ്. ഇങ്ങനെ ക്ലട്ടേർഡായ വീടുകളിലെ സ്ത്രീകളിൽ കോർട്ടിസോൾ ലെവൽ പകൽ സമയത്ത് വളരെയധികം കൂടി ക്ലട്ടർ അവിടെ തന്നെ ഉള്ളിടത്തോളം അത് അതേ ലെവലിൽ തന്നെ കൂടി നിൽക്കുവാനും ഇടയാക്കുന്നു എന്നതാണ്. പഠനങ്ങൾ പറയുന്നത് ഈ ഒരു എഫക്റ്റ് പുരുഷന്മാരിലേതിനേക്കാൾ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്നാണ്. കാരണം വീട് നോക്കേണ്ടതും നന്നായി സൂക്ഷിക്കേണ്ടതും സ്ത്രീകളുടെ മാത്രം ചുമതലയാണ് എന്ന ഒരു സോഷ്യൽ ഫാബ്രിക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇടത്താണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. ഈ ചിന്തകൾ സ്ത്രീകളുടെ കോൺസെൻട്രേറ്റ് ചെയ്യുവാനും ഫോക്കസ് ചെയ്യുവാനുമുള്ള ശേഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ക്ലട്ടറും പ്രോകാസ്റ്റിനേഷനും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ച മറ്റൊരു പഠനം വെളിപ്പെടുത്തിയത് ക്ലട്ടർ പ്രശ്നമുള്ള പ്രായമായവരിലെല്ലാം ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്നത് കാര്യമാത്ര പ്രസക്തമായി കുറവ് ഉണ്ടായതായി കാണുന്നു എന്നതാണ്. എങ്ങനെ ഇതിനെ മറികടക്കാം എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ബെറ്റർ യെറ്റ് മേക്ക് ഇറ്റ് ടുഗദർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതുമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.